നമ്മൾ കല്യാണം ആലോചിച്ച് വരുമ്പോൾ എൻ്റെ ഒരു ഇഷ്ടം എന്നെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവണം, എന്നെക്കാളും ബെറ്റർ ജോബ് ഉണ്ടാവണം, എന്നെക്കാളും കുറച്ചും കൂടി ഫിനാൻഷ്യൽ സെറ്റിൽഡ് ആയിരിക്കണം. അപ്പോൾ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു ഭാവി വരൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും. എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ ഹൈറ്റ് ഉണ്ടാകണം, എന്നേക്കാൾ ജോലി ഉണ്ടാകണം, എന്നേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് സ്ത്രീ ചിന്തിക്കുമ്പോൾ സ്ത്രീ സ്വയം താഴെ നിൽക്കുന്നു. ഞാൻ സ്വയം താഴെ നിന്നിട്ട് എന്നെ നിങ്ങൾ എന്തിനാ താഴെ നിർത്തിയിരിക്കുന്നു, എന്തിനു ചോദിക്കണം? പുരുഷനെ തുല്യമായി കാണാൻ സ്ത്രീ പഠിക്കണം. അല്ലാതെ പുരുഷൻ മെക്കിട്ട് കയറാൻ വരുമ്പോൾ ഡബിളേ അവിടെ നിൽക്കുക എന്ന് പറയാൻ സ്ത്രീ കഴിയണം. എൻ്റെ ചേട്ടനല്ലേ ഒരടി തന്നോളൂ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ രണ്ടടി കൊടുക്കും. അടി വരാൻ പറഞ്ഞാൽ ചേട്ടൻ്റെ കഴുത്തി കുത്തി പിടിച്ചു നോക്കുക, ചേട്ടൻ നാളെ കൈവെക്കില്ല. എല്ലാ റിലീജിയനും പുരുഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു റിലീജിയനിൽ സ്ത്രീ ഇല്ല കേട്ടോ, ഒരു റിലീജിയനിൽ സ്ത്രീ ഇല്ല. പുരുഷന് വേണ്ടി ഉണ്ടാക്കിയാണ്. നിങ്ങൾ പറയുന്നത് ബ്രാഹ്മണൻ്റെ ഒരു ജോലി, ക്ഷത്രിയന്, വൈശ്യന്, ശൂദ്രന്, ഇതെല്ലാം ബ്രാഹ്മണ പുരുഷനാണ്. ബ്രാഹ്മണ സ്ത്രീകൾ എന്തുകൊണ്ട് ഈ കോവിലിൽ പൂജയാണെന്ന് പറയുന്നത് ബ്രാഹ്മണ പുരുഷനാണ്. ഇപ്പം നോക്കുക, പുരുഷന്മാര് സ്ത്രീകൾക്ക് ആർമിയിൽ തുല്യമായ പൊസിഷൻ കൊടുക്കണമെന്ന് ഇപ്പോൾ 2024 അവസാനമാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് പുരുഷന്റെ ജോലിയാണ് ക്ഷത്രിയൻ. ഇവിടെ ഇപ്പം ആർമി പോട്ടെ, ക്ഷത്രിയൻ. വൈശ്യൻ കച്ചവടം നടത്തുന്ന പുരുഷനാണ്. സ്ത്രീകളാണോ പോയി കച്ചവടം നടത്തുക? അല്ല. പണി ചെയ്യണ ശൂദ്രൻ. മറ്റവരുടെ ജോലി എന്താണ്? ബ്രാഹ്മണ സ്ത്രീയുടെയും ക്ഷത്രിയ സ്ത്രീയുടെയും വൈശ്യ സ്ത്രീയുടെയും ശൂദ്ര സ്ത്രീയുടെയും ജോലി ആഹാരം ഉണ്ടാക്കുക, ഇയാളുടെ സെക്സ് ഓബ്ജക്റ്റ് ആയിട്ടിരിക്കുക, പ്രസവിക്കുക, ഇയാളുടെ കുഞ്ഞിനെ വളർത്തുക. ഞാൻ പറഞ്ഞൊരു ഒരു 10,000 കൊല്ലത്തിന് മുമ്പ് കോണ്ടം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ വിർജിനിറ്റിയും ചാസ്റ്റിറ്റി ഉണ്ടാവില്ലായിരുന്നു. അത് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായി വന്നത്. അതിന്റെ മിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാമായണത്തിലുണ്ട്. ഞാൻ അതിൻ്റെ അതായത് സീതയെ അവസാനം കിട്ടുന്ന സമയത്ത് സീത ഓടി വരുന്നു ശ്രീരാമൻ്റെ അടുത്ത്. അപ്പൊ ശ്രീരാമൻ പറയുന്നു, നീ രാവണനോടൊപ്പം ഇരുന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം, അതുകൊണ്ട് ഞാൻ നിന്നെ ഭാര്യയായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല. നീ വേണമെങ്കിൽ ലക്ഷ്മണനെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് സുഗ്രീവൻ ഉണ്ടായാലും കല്യാണം കഴിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞ ലക്ഷ്മണ ചിതയൊതുക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴാണ് പാസിഫൈ ചെയ്തിട്ട് വരുന്നത്. അപ്പൊ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയെ വിർജിനിറ്റിയും ചാസ്റ്റിറ്റിയുടെയും 2 തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വിവാഹം കഴിക്കാൻ പോണ സ്ത്രീ വിർജിനായിരിക്കണം. ഞാൻ വിർജിനാകണമെന്നില്ല, ഞാൻ ഡീഫ്ലവർ ആയിരിക്കുന്നത് അങ്ങനെയില്ല. അവര് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ കുഞ്ഞിന്, അവളെ പ്രസവിക്കുന്ന കുഞ്ഞിന് എൻ്റെ പണം ചെലവിന് കൊടുക്കേണ്ടത്. പുരുഷൻ വളരെ ഇക്കണോമിക്കലാണ് ചിന്ത. എൻ്റെ പണം എൻ്റെ മകൻ അനുഭവിച്ചാൽ മതി. വളരെ ഇക്കണോമിക്കലാണ് പുരുഷൻ. എൻ്റെ മകൻ എൻ്റെ സ്വത്ത് അനുഭവിക്കണം. ഇൻഹെറിറ്റൻസ് എല്ലാം വരുന്ന അങ്ങനെ. ഇനി വിവാഹം കഴിച്ചതിൻ്റെ ചാസ്റ്റിറ്റി ഒരു പതിവൃതി അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? മറ്റൊരാളുടെ കുഞ്ഞിന് ഞാൻ ചെലവിന് കൊടുക്കേണ്ടത്. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് കന്യകയായിരിക്കണം. കന്യക ടെസ്റ്റിംഗ് വരുന്നുണ്ടായിരുന്നു പണ്ട്. എൻ്റെ ഭാര്യ പതിവ്രതയായിരിക്കണം. എനിക്ക് ഇതിൽ രണ്ടിലും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ കന്യകയെ റേപ്പ് ചെയ്യും, മറ്റൊരാളുടെ ഭാര്യയായിട്ട് ബന്ധമുണ്ട്, അവസരം കിട്ടി ഉണ്ടാക്കും. ഇതൊന്നും കൂടാതെ ഞാനൊരു വെപ്പാട്ടിയെ വയ്ക്കും, സൗകര്യം ഉണ്ടെങ്കിൽ. ആ വെപ്പാട്ടിയിലൊരു എൻ്റെ കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിന് ചെലവിന് കൊടുക്കും, സ്നേഹത്തോടെ. എൻ്റെ കുഞ്ഞിനെ അവൾ ഭാര്യയായിട്ടുള്ള അധികാരമൊന്നും കാണിക്കണ്ട, വെപ്പാട്ടിയിടുന്നത്. ഇനി അവള് ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അവളെയും കൊല്ലും, അവനെയും കൊല്ലും. ഇതാണ് ഞാൻ പുരുഷൻ. ഉത്തമ പുരുഷൻ എന്നൊക്കെ പറയണമെങ്കിൽ ഇതിലേക്ക് വരാം. ഇതിപ്പോ ഈ ചെലവിന് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമാണോ? നമുക്ക് പൊസസീവ്നെസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്റേന്ന് തോന്നുന്ന ഒരു ആള് വേറെ പോകരുത് എന്നുള്ളൊരു ഇഷ്ടമായിരിക്കില്ലേ അത്? അല്ലാതെ ചെലവിന് കൊടുക്കുന്നത് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് സെക്കൻഡ് മാരേജ് ചെയ്യുന്നില്ലേ? അല്ല, അത് നമ്മുടെ ഫിസിക്കൽ നീഡ് വേണം. എനിക്ക് ചെലവിന് കൊടുക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി. വൈ ഷുഡ് യു ഗെറ്റ് മാരീഡ്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ ആഹാരം തരും, ഷെൽട്ടർ തരും, പ്രൊട്ടക്ഷൻ തരും, എല്ലാം തരും. ഇതെല്ലാമല്ലേ ഉത്തമമായ ഒരു പുരുഷനിൽ നിന്ന് കിട്ടുള്ളൂ. പ്ലസ് വീട്ടിലില്ലാത്തൊരു ആസ്പെക്ട് ഉണ്ട്, സെക്സ്. സോ ഇവിടെ 4 വേരിയബിൾ ഉണ്ട്, ഇവിടെ 4 വേരിയബിൾ ഉണ്ട്. ഇവിടെ 5ാമത്തെ ഒരു വേരിയബിൾ വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇറ്റ് വാസ് ദ 5th വേരിയബിൾ ദാറ്റ് മോട്ടിവേറ്റഡ് യു. സെക്സ് നിങ്ങൾ നോക്ക്, ഇത്തത്തെ പരിചയമുള്ള കല്യാണമൊക്കെ വിടുക, പഴയ കല്യാണം. പുരുഷനും ഭാര്യയും ഭർത്താവും, പുരുഷനും സ്ത്രീയും കണ്ടിട്ടില്ല. അവരെ വീട്ടുകാരാണ് കല്യാണം ആലോചിക്കുന്നത്. കല്യാണത്തിന്റെ അന്നാണ് കാണുന്നത്. അന്ന് സ്റ്റേജിൽ വെച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവർ തമ്മി മിണ്ടത്തില്ല. പഴയ ഫോട്ടോ കണ്ടാൽ അറിയാം, നിങ്ങളിങ്ങനെ വെടിക്കുറ്റി പോലെ ഇങ്ങനെ ഇരിക്കും.
അത് കഴിഞ്ഞിട്ട് 8-9 മണി പയ്യന്റെ വീട്ടിലേക്ക് പോകുന്നു. ഒരു പരിചയമില്ലാത്തൊരു വീടാണ്, സ്ട്രേഞ്ച് വീടാണ്. പോകുന്നു, നമ്മളോട് പറയും നാളെ തൊട്ട് അവൻ്റെ അച്ഛൻ നിന്റെ അച്ഛൻ, അവൻ്റെ അമ്മ നിന്റെ അമ്മ. ഇതൊക്കെ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു, ഒറ്റ നിമിഷം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ പോകുന്നു, 9 മണി വരെയൊക്കെ അവിടെ പാർട്ടി എന്തെങ്കിലും കാണും. അത് കഴിയുമ്പോൾ അവര് മണിയറയിലേക്ക് പോകുന്നു. അന്ന് 2 അപരിചിതർ തമ്മിൽ സെക്ഷൽ റിലേഷൻ തുടങ്ങുന്നു. അതാണ് നമ്മൾ പറയുന്ന മധുര മനോഹര എന്താണ് മധുവിധു. ഈ HIV വന്നപ്പോൾ എല്ലായിടത്തും ബോർഡ് വെച്ച് കാണും, അപരിചിതരുമായി ലൈംഗിക ബന്ധം പുലർത്തില്ലേ. അപരിചിതരുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് ഈ വിവാഹത്തിലാണ്. സ്നേഹമുള്ളവർ തമ്മിൽ പ്രേമിച്ചവർ തമ്മിലുള്ള വിവാഹമല്ല, ഈ ട്രഡീഷണൽ വിവാഹത്തിലാണ് അപരിചിതർ. അപ്പൊ സെക്ഷൽ നീഡിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ആ നീഡ് പുരുഷന് സ്വന്തം ആദ്യം ഞാൻ എൻ്റെ ഭാര്യയായിട്ട് മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ, ഭാര്യ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ആരും സ്ത്രീ ഇല്ല, ഒരു ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എത്ര പുരുഷന്മാരുണ്ട്? രാജാക്കന്മാർക്കെല്ലാം കോൺകുബൈൻസ് ഉണ്ട്. ഏത് അമ്മ റാണിക്കാണ് വേറെ പുരുഷന്മാരുണ്ടായിട്ടുള്ളത്? അപ്പൊ ഇത് പുരുഷന് ലൈഫ് എൻജോയ് ചെയ്യുന്ന, പുരുഷൻ വളരെ ഭംഗിയായിട്ട് ചൂഷണം നടത്താൻ അറിയാവുന്ന മിടുക്കൻ സിംഗിൾ ഇൻവേർട്ടർ ക്ലവർ ആണ്. സ്ത്രീയെ ഈ സ്ത്രീത്വം വെച്ചുകൊണ്ട് ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ, ഐശ്വര്യ ചോദിച്ചില്ലേ, എൻ്റെ ഇഷ്ടമുള്ള അവൾ വേറൊരാളടുത്ത് പോവല്ലേ, അവക്കിഷ്ടമുള്ള ഞാൻ വേറൊരാളടുത്ത് പോവാമോ? അവക്കിഷ്ടമുള്ള ഞാൻ വേറൊരാളടുത്ത് പോകുമല്ലോ. എനിക്കിഷ്ടമുള്ള അവൾ പൊക്കൂടാ എന്ന് പറഞ്ഞ ഇഷ്ടമൊന്നുമല്ല. ആണെങ്കിൽ ഞാനും ചെയ്യില്ല. എൻ്റെ അതിനകത്ത് എനിക്കൊരു ഓണസ്റ്റി ഉണ്ടെങ്കിലും ഞാനും ചെയ്യില്ല. ഞാൻ ചെയ്യും, കാരണം എനിക്കിതിൽ അടിസ്ഥാനപരമായിട്ട് ഐ ഡോണ്ട് വാല്യൂ ദീസ് തിങ്സ്. പുരുഷൻ സ്ത്രീയെ ഇപ്പോഴും ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് വിട്ടു പോകാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മുറവിളി കൂട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ഈ സ്ത്രീ സമത്വം, സ്ത്രീകളും പുരുഷനും തുല്യനീതി അവകാശം, അതിനെ പറ്റിയിട്ടുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അത് എനിക്ക് നിങ്ങളെ പോലെ ആകണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ എൻ്റെ മുമ്പിലാണ്. എനിക്ക് ഞാനാകണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഗ്രോത്താണ് ഉണ്ടാകും. മറ്റത് എപ്പോഴും എൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കണം, ഞാൻ നിങ്ങളെ പോലെ ആകാനാണ് ശ്രമിക്കണേ. അതുപോലെ പുരുഷനെ പോലെ ആകണ്ട, സ്ത്രീ ആയിട്ടിരുന്നാൽ മതി. എന്തിനാ പുരുഷനെ പോലെ ആകണത്? അപ്പൊ തന്നെ സ്ത്രീ പുരുഷനെ സുപ്പീരിയറായി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ മുഴുവൻ സ്ത്രീ ഇൻഫീരിയർ അല്ലേ. സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇൻഫീരിയോറിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തു കിടക്കാൻ കഴിയുന്നത്? സ്ത്രീ തന്നെ ആകുക. അതിനാദ്യം സ്ത്രീകൾ വേണ്ടത് സ്ത്രീത്വത്തിനെ എടുത്ത് ദൂരെ എറിയണം. ഈ സ്ത്രീത്വം പുരുഷൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. പുരുഷത്വം എന്ന് പറഞ്ഞ സ്ത്രീത്വം പോലെ ഇപ്പുറത്തൊരെണ്ണമില്ല. ഒരു കവി മഹാപുരുഷനാണ്, യോദ്ധാവ് പുരുഷനാണ്. നമ്മുടെ പുതിയ മലയാള സിനിമയൊക്കെ ഉണ്ടെങ്കിൽ വെറും ചട്ടമ്പിമാര് പുരുഷന്മാരാണ്, ഇതാണ്. പിന്നെ ഒരു കൈ കൊണ്ട് ചാരായം, ഒരു കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന കമലതളത്തിലെ മോഹൻലാൽ പുരുഷനാണ്. ബുദ്ധൻ പുരുഷത്വമുള്ള പുരുഷത്വത്തിന് ഇതെല്ലാം പുരുഷത്വമാണ്. സ്ത്രീക്ക് 2 എണ്ണേ ഉള്ളൂ, ഒന്ന് വെർജിനിറ്റിയും ഒന്ന് ചാസ്റ്റിറ്റി. ഇത് രണ്ടും പുരുഷൻ സ്വന്തം ഭാര്യയിൽ മറ്റൊരാളുടെ കുട്ടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞൊരു 10,000 കൊല്ലത്തിന് മുമ്പ് കോണ്ടം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ വിർജിനിറ്റിയും ചാസ്റ്റിറ്റിയും ഉണ്ടാവില്ലായിരുന്നു. അത് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായി വന്നത് പോയത്. അതിന്റെ മിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പുരുഷനെ പോലെ ആകാതിരിക്കണം. പുരുഷൻ കൽപ്പിച്ചു കൊടുത്ത സ്ത്രീത്വം എടുത്ത് മുഖത്തോട് എറിഞ്ഞു കൊടുക്കണം. അല്ല, ഇവിടെ സ്ത്രീകൾക്ക് നമ്മൾ ഇതുപോലെ തന്നെ സ്ത്രീ സമത്വം പറയുമ്പോഴും ഇവൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കല്യാണം ആലോചിച്ച് വരുമ്പോൾ എൻ്റെ ഒരു ഇഷ്ടം എന്നെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവണം, എന്നെക്കാളും ബെറ്റർ ജോബ് ഉണ്ടാവണം, എന്നെക്കാളും കുറച്ചും കൂടി ഫിനാൻഷ്യൽ സെറ്റിൽഡ് ആയിരിക്കണം. അപ്പോൾ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു ഭാവി വരൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും. പക്ഷെ ബാക്കിയുള്ളിടത്തൊക്കെ സ്ത്രീകൾക്ക് സമത്വം വേണം. പുരുഷൻ എപ്പോഴും എന്നെക്കാളും കുറച്ചും കൂടി, എൻ്റെ ഹസ്ബൻഡ് എന്നെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവണം. ഏജിന്റെ കാര്യം നോക്കും, നമ്മളെക്കാളും ഏജ് കൂടിയവരെ കല്യാണം കഴിക്കാൻ നോക്കും. ഇപ്പോഴും ഏജ് താഴെയുള്ള ചെറുക്കന്മാരെ കെട്ടുന്നവരെ നമ്മൾ ഇപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്ന സാധനം ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് തന്നെ വേണ്ടാണ്ടാവുന്നുണ്ട്. അത് സ്ത്രീകളുടെ ബോധം പുരുഷൻ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നതാണ്. എല്ലാം ഇപ്പൊ നോക്ക്, ഈ എന്നേക്കാൾ പ്രായം കുറഞ്ഞ, എന്നേക്കാൾ പകുതി പ്രായമുള്ള പെൺകുട്ടി മതി എനിക്ക്. അതാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് അതാണ്. കാരണം എന്താണ്? ഷീ വിൽ ബി സെക്ഷലി മോർ ആക്റ്റീവ്. വേറെ ഒരു കാര്യവുമില്ല. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ സ്ത്രീകളുടെ ആഗ്രഹം അവർക്ക് പ്രകടിപ്പിക്കാൻ പോലും കഴിയില്ല. ഉള്ളിൽ വെച്ച് തന്നെ അബോർട്ട് ചെയ്യപ്പെട്ടു പോകുന്നു. സ്ത്രീകൾക്ക് എന്നെ 70 വയസ്സായ അല്ലെങ്കിൽ 55 വയസ്സായ പുരുഷനെ നല്ലത് 18 വയസ്സായ പയ്യനാണ് സ്ത്രീകൾക്ക് തോന്നൂലേ?
പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ തോന്നിക്കൂടാ എന്ന് പുരുഷൻ സ്ത്രീകളുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ ഹൈറ്റ് ഉണ്ടാകണം, എന്നേക്കാൾ ജോലി ഉണ്ടാകണം, എന്നേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് സ്ത്രീ ചിന്തിക്കുമ്പോൾ സ്ത്രീ സ്വയം താഴെ നിൽക്കുന്നു. ഞാൻ സ്വയം താഴെ നിന്നിട്ട് എന്നെ നിങ്ങൾ എന്തിനാ താഴെ നിർത്തിയിരിക്കുന്നു, എന്തിനു ചോദിക്കണം? നമ്മൾ പുരുഷന്റെ സൊസൈറ്റിയിലെ സ്ട്രെങ്ത് എങ്ങനെയാണ്? രണ്ടാണ്. ഒന്ന് ഫിസിക്കൽ സ്ട്രെങ്ത്, ഒന്ന് സോഷ്യൽ ആക്സെപ്റ്റൻസ്, 3 ഇൻകം ഏർണിംഗ് കപ്പാസിറ്റി. ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പണ്ട് വേട്ടയാടുന്ന കാലഘട്ടത്തിൽ പുരുഷനും സ്ത്രീക്കൊക്കെ ഒരുപോലെ തന്നെ ആരോഗ്യം ഉണ്ടായിരുന്നു. പിന്നീട് സ്ത്രീകൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുകയും പുരുഷൻ വേട്ടയാടാൻ പോകുമ്പോഴാണ് പുരുഷന്റെ മസിൽസുകൾ കുറച്ചൊക്കെ, മറ്റേ സ്ത്രീകൾ ഇതൊക്കെ തന്നെ ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. മസിലില്ലെങ്കിലും സ്ത്രീകൾ ഇതൊക്കെ ചെയ്യുമായിരുന്നു. 2, എനിക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നു. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ നോക്കണേ, എത്ര കാലഘട്ടമായി നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ട്? ഒരു 150 വർഷം. മഹാരാഷ്ട്രയിലൊക്കെ 100-150 വർഷമാണ്. 19th സെഞ്ച്വറിയുടെ ഹാഫിലാണ് ഇതൊക്കെ തുടങ്ങുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട. അപ്പം സ്ത്രീകൾ വിദ്യാഭ്യാസം വരുമ്പോഴാണ് നമുക്ക് നോളജ്, നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ആകുന്ന പോലെ എഡ്യൂക്കേഷൻ വരുമ്പോൾ നമുക്ക് പുതിയ തോട്ട്സ് ഡെവലപ്പ് ചെയ്യാണ്ട് നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഒരു സ്റ്റിമുലയുണ്ട്, ഒരു ആസ്പെക്ട്, അത് ഡിനൈ ചെയ്യുന്നു. പിന്നെ ഇൻകം, എനിക്ക് സ്വന്തം വരുമാനം ഉണ്ടാകുന്നു. ആ വരുമാനം ഉണ്ടാകുന്ന എനിക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകുന്നു. ഇതാണ് വാസ്തവത്തിൽ പുരുഷന്റെ സോഷ്യൽ സ്ട്രെങ്ത്. അത് സ്ത്രീക്കും സ്വായത്തമായി കഴിഞ്ഞാൽ സ്ത്രീ പുരുഷനെ തുല്യമായി കാണാൻ സ്ത്രീ പഠിക്കണം. അല്ലാതെ പുരുഷൻ മെക്കിട്ട് കയറാൻ വരുമ്പോൾ ഡബിളേ അവിടെ നിൽക്കുക എന്ന് പറയാൻ സ്ത്രീ കഴിയണം. എൻ്റെ ചേട്ടനല്ലേ, ഒരടി തന്നോളൂ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ 2 അടി കൊടുക്കും. അടി വരാൻ പറഞ്ഞാൽ ചേട്ടൻ്റെ കഴുത്തി കുത്തി പിടിച്ചു വെക്കും, ചേട്ടൻ നാളെ കൈ വെക്കില്ല. അടിക്കാൻ പോകുന്ന ചേട്ടൻ്റെ കഴുത്തി കുത്തിപ്പിടിക്കണം. താൻ 1 അടിച്ചാൽ ഞാൻ 9 അടിയേരോടെന്ന് പറഞ്ഞു നോക്ക്. പിന്നെ ഉറച്ച് സംസാരിക്കും പുരുഷന്മാർ, അട്ടകസിൽ. അതിനേക്കാൾ ഉറച്ച് സ്ത്രീകളോട് സംസാരിച്ചു നോക്ക്. അയൽപക്കം കേൾക്കുന്നു വിചാരിച്ച സ്ത്രീകളും ഉണ്ടായിരിക്കണേ. ഈ ചിന്ത പുരുഷനില്ല. അവനറിയാം he know how to silence his wife through shouting. ഈ സ്ത്രീ അപ്പുറത്തുള്ള അയൽവക്കാരുടെ കുഴപ്പമില്ല എന്നുകൊണ്ട് അതിനേക്കാൾ ഉറച്ച് ഈ സ്ത്രീ ഇയാളുടെ അട്ടകസ് നോക്കിട്ട് അടുത്ത ദിവസം അയാൾ മിണ്ടത്തില്ല. യഥാർത്ഥത്തിൽ പുരുഷൻ ഇൻഫീരിയർ ആണ്. പുരുഷന്റെ ഇൻഫീരിയോറിറ്റി പുരുഷന്റെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. സിംഗിൾ ഓർഗാസം ഉള്ള പുരുഷനും മൾട്ടിപ്പിൾ ഓർഗാസം ഉള്ള സ്ത്രീയും തമ്മിൽ സെക്ഷൽ കോമ്പാറ്റിബിലിറ്റിയേ ഇല്ല. ഇത് മറച്ചു വെക്കാൻ വേണ്ടി പുരുഷൻ നടത്തുന്ന ഈ ബഹളങ്ങളാണ് മുഴുവനും. യഥാർത്ഥത്തിൽ നമ്മൾ സൈക്കോളജിയിൽ സുപ്പീരിയറിറ്റി കോംപ്ലക്സിന് സാധനമേ ഇല്ല. അത് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് മറച്ചു വെക്കാനുള്ള ചില കമഫ്ലാഷ് ചെയ്യാനുള്ള ചില ടെക്നിക്കുകളാണ്. പുരുഷൻ അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പൊ സ്ത്രീകൾ അതിൽ നിന്നൊക്കെ വിടുതൽ നേടുകയും, സ്ത്രീ പുരുഷനൊന്നും ആകണ്ടെന്നേ, പുരുഷൻ അത്ര മെച്ചപ്പെട്ടൊന്നുമല്ല, സ്ത്രീയും അത്ര മെച്ചപ്പെട്ടൊന്നുമല്ല. മനുഷ്യല്ല, സ്ത്രീ ആകും, പുരുഷൻ പുരുഷനാകും. രണ്ടുപേരായിട്ട് എന്താ കുഴപ്പം? 2 കൈ പോലെ 2 ഇരിക്കും. ഈ പുരുഷൻ മെച്ചപ്പെട്ടതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ വേർഡിങ്സ് നമ്മളുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. എപ്പോഴും പറയുമ്പോൾ ചെയർമാൻ, അതുപോലെ മാൻ പവർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ സ്ത്രീ വേറെ തന്നെയാണ്. എപ്പോഴും പറയുമ്പോൾ മാൻ പവർ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ബാക്കിയുള്ളവരുടെ, നമ്മൾ സ്ത്രീകളുടെ എഫേർട്ടിനൊന്നും ഒരു വിലയില്ലേ. അപ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ അവിടെ നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സമൂഹം. അങ്ങനെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോകുന്നത് സ്ത്രീകൾക്ക് ഈ സ്ത്രീ സമത്വം നമുക്കും കുറച്ചുകൂടി മുന്നോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാനുള്ളൊരു റീസൺ എനിക്ക് തോന്നുന്നു അതാണെന്ന്. അതൊരു ഇപ്പം എക്സാമ്പിൾ പറ. അതൊരു മോഡേൺ ലോകത്തിലാണ് നമ്മൾ മാൻ പവറിൻ്റെ പ്രശ്നം. നമ്മൾ നോക്ക്, നമ്മുടെ ആദ്യത്തെ ഫ്രെയിം വർക്ക് ഓഫ് തിങ്കിങ്, നമ്മുടെ ചിന്തകളെ ഫ്രെയിം വർക്ക് ചെയ്ത എവിടെയായിരുന്നു? ഇറ്റ് വാസ് എ റിലീജിയൻ ആദ്യം. എല്ലാ റിലീജിയനും പുരുഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു റിലീജിയനിൽ സ്ത്രീ ഇല്ല കേട്ടോ. ഒരു റിലീജിയനിൽ സ്ത്രീ ഇല്ല. പുരുഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ പറയുക ബ്രാഹ്മണന്റെ ഒരു ജോലി, ക്ഷത്രിയന്, വൈശ്യന്, ശൂദ്രന്, ഇതെല്ലാം ബ്രാഹ്മണ പുരുഷനാണ്. ബ്രാഹ്മണ സ്ത്രീകൾ എന്തുകൊണ്ട് ഈ കോവിലിൽ പൂജ ചെയ്യണമെന്ന് പറയുന്നത്? ബ്രാഹ്മണ പുരുഷനാണ്. മണ്ണാറശാലയിൽ അമ്മയുണ്ട്. ഒരു മണ്ണാറശാല എടുത്ത് നിങ്ങൾ 1 ലക്ഷം പറയുമ്പോൾ ഒരെണ്ണം എടുത്ത് ഒരു ഡ്രോപ്പ്, ഞാൻ പറയട്ടെ, ഒരു ഡ്രോപ്പ് ഓഫ് സീ വാട്ടർ എടുത്താൽ അതിന് ഉപ്പുണ്ട്. ബട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഡസൻറ്റ് മേക്ക് ദ സീ. നിങ്ങളൊരു ഡ്രോപ്പ് എടുത്തിട്ട് പറയുന്ന ഉപ്പുണ്ടെന്ന്, നോ, ബട്ട് യാ അക്സെപ്റ്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ സീ. എ ഡ്രോപ്പ് വോണ്ട് മേക്ക് ദ സീ. നിങ്ങളൊരു മണ്ണാറശാല പറയും, നിങ്ങൾ 1000 ക്ഷേത്രം എവിടെയാണ് സ്ത്രീകൾ പൂജിക്കുന്നത് പറയുന്നതനുസരിച്ച് പുരുഷൻ ബ്രാഹ്മണൻ പൂജിക്കണം. ബ്രാഹ്മണ പുരുഷൻ ഇംപ്ലൈഡ് ആണ്. ക്ഷത്രിയ പുരുഷൻ ഇംപ്ലൈഡ്. നിങ്ങളപ്പോൾ ഒരു ചാൻസ് ഇറാണി പറയും. പക്ഷെ
ഇപ്പം നോക്ക്, പുരുഷന്മാര് സ്ത്രീകൾക്ക് ആർമിയിൽ തുല്യമായ പൊസിഷൻ കൊടുക്കണമെന്ന് ഇപ്പോൾ 2024 അവസാനമാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് പുരുഷന്റെ ജോലിയാണ് ക്ഷത്രിയൻ. ഇവിടെ ഇപ്പൊ ആർമി പോട്ടെ, ക്ഷത്രിയൻ. വൈശ്യൻ കച്ചവടം നടത്തുന്ന പുരുഷനാണ്. സ്ത്രീകളാണോ പോയി കച്ചവടം നടത്തുക? അല്ല. പണി ചെയ്യണ ശൂദ്രൻ. മറ്റവരുടെ ജോലി എന്താണ്? ബ്രാഹ്മണ സ്ത്രീയുടെയും ക്ഷത്രിയ സ്ത്രീയുടെയും വൈശ്യ സ്ത്രീയുടെയും ശൂദ്ര സ്ത്രീയുടെയും ജോലി ആഹാരം ഉണ്ടാക്കുക, ഇയാളുടെ സെക്സ് ഓബ്ജക്റ്റ് ആയിട്ടിരിക്കുക, പ്രസവിക്കുക, ഇയാളുടെ കുഞ്ഞിനെ വളർത്തുക. എല്ലാ മതത്തിലും, ഒരു മതത്തിലും സ്ത്രീ ഇല്ല. പുരുഷന്റെ ആണ്. പുരുഷന് വേണ്ടി പുരുഷനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എല്ലാ മതങ്ങളും. അപ്പൊ അതാണ് നമ്മുടെ അടിസ്ഥാന ഫ്രെയിം വർക്ക്. അതിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പുരുഷനല്ലേ ഇതും കൂടെ ഉണ്ടാക്കണേ, പുരുഷനല്ലേ ഇതും കൂടി എഴുതി വെക്കണേ. എത്ര കാലമായി നമ്മുടെ അക്കാഡമിക് രംഗത്തൊക്കെ സ്ത്രീകൾ വന്നിട്ട് എല്ലാ ബുക്ക് എന്തെഴുതുന്നതും പുരുഷനല്ലേ എഴുതുന്നത്. അപ്പൊ പുരുഷൻ സ്വാഭാവികമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അയാൾ മനഃപൂർവ്വമല്ല. അയാളുടെ മനസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ മാൻ പവറേ വരുള്ളൂ, ഹ്യൂമൻ പവറിനേക്ക് വരില്ല. ഹിസ്റ്ററി എന്നല്ലേ പറയുന്നത്? ഹിസ്റ്റോറിയാണ് ഹിസ്റ്ററി. എന്തുകൊണ്ട് ഈ ഹർ സ്റ്റോറി ആകാത്ത? ഹിസ്റ്റോറിയാണ്. അപ്പൊ അത് വിവേകാനന്ദന്റെ ഒരു തന്നെ അതായത് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇസ് എ ഹിസ്റ്ററി ഓഫ് എ ഫ്യൂ പേഴ്സൺസ് ഹു ഹാഡ് ഫെയ്ത്ത് ഇൻ ദംസെൽവ്സ്. അല്ല, മാൻ നല്ല യൂസ് ചെയ്യണം. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇസ് എ ഹിസ്റ്ററി ഓഫ് എ ഫ്യൂ പേഴ്സൺസ് ഹു ഹാഡ് ഫെയ്ത്ത് ഇൻ ദംസെൽവ്സ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒറ്റപ്പെട്ടതായിട്ടാണ് കാണുന്നത്, ഒരു അപൂർവത പോലെ. ആ അപൂർവം നമ്മുടെ ബോധത്തിലുണ്ട്. ഈ ബോധത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണം. അതുകൊണ്ടാണ് ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഈസ്, എന്താണ് ഈ സോഷ്യൽ ഇതിനകത്ത് എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്ന് പറയുമ്പം സ്ത്രീക്ക് അങ്ങനെ പ്രത്യേക മോഡസ്റ്റി ഒന്നും ഇല്ലടാ എന്ന് പറയാൻ സ്ത്രീകൾക്കൊക്കണം. സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേക മോഡസ്റ്റി ഒന്നുമില്ല. അങ്ങനെ നീ നോക്കിയ എൻ്റെ ഔട്ട്റേജും ആകത്തില്ല എന്ന് പറയാൻ നോക്കണം. ആവശ്യമില്ലാതെ എൻ്റെ മേത്ത് തൊട്ട് അടി ചെപ്പാ കുറ്റി കൊടുക്കും. അതാണ് എന്നെ ഔട്ട്റേജിങ് മോഡസ്റ്റി അല്ല, എൻ്റെ മേത്ത് തൊട്ട് അടി നിനക്ക് കൊണ്ട് അത്രയാണ്. അങ്ങനെ സ്ത്രീകൾക്ക് പറയാൻ നോക്കണം. ഇപ്പൊ സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ പ്രോഗ്രസീവ് നിയമങ്ങൾ, ഞാൻ അതെൻ്റെ എൻ്റെ കൈ, ഞാനൊരു ഒരു ആർട്ടിസാനാന്ന് വിചാരിക്കുക, കൈ ഉണ്ടെങ്കിലും പണി ചെയ്യുന്ന പെയിന്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൈ മുറിച്ച് കളഞ്ഞാൽ ഐ എം പെർമനൻ്റ്ലി ക്രിപ്പിൾഡ്. പക്ഷെ അത് 3-4 കൊല്ലം തടവേ ഉള്ളൂ. ഇനി അല്ല, സോറി, പിടിക്കപ്പെടുന്ന ആൾക്ക് ശിക്ഷ. പക്ഷെ ഞാൻ സ്ത്രീയാണ്, എന്നെ റേപ്പ് ചെയ്യുന്ന വിചാരിക്കുക. ആ റേപ്പ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ജീവപര്യന്തം തടവ് കിട്ടും, ചിലപ്പോൾ പുതിയ നിയമം തൂക്കിക്കൊല്ലാൻ വരെ ഒക്കും. പക്ഷെ എന്താണ് എനിക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത്? ദ ആക്ട് ഓഫ് സെക്സ്. എൻ്റെ ഇഷ്ടമുള്ള എന്നെ റേപ്പ് ചെയ്ത പുരുഷനും തമ്മിൽ നടന്ന ആക്ട് ഓഫ് സെക്സ് ഒന്നാണ്. ആദ്യത്തേനകത്ത് എൻ്റെ ഇഷ്ടമുണ്ട്, രണ്ടാമത്തേനകത്ത് എൻ്റെ ഇഷ്ടക്കേടുണ്ട്, എൻ്റെ എതിർപ്പുണ്ട്. പക്ഷേ രണ്ട് സമയത്തും എൻ്റെ ശരീരം അതിന് വഴങ്ങിയെന്നൊരു യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ സെക്സ് നടക്കില്ല. അപ്പം എൻ്റെ ശരീരത്തിന്, എൻ്റെ സെക്ഷൽ ഓർഗന് എൻ്റെ ബോധമൊന്നുമില്ല. അപ്പം അത് എനിക്ക് പറ്റിയൊരു അപകടമാണ്. എന്നെ ഒരാൾ ഉപദ്രവിച്ചതാണ്, അവനതിനുള്ള ശിക്ഷ കൊടുക്കണം. അത് തൂക്കിക്കൊലയൊന്നുമല്ല. തൂക്കിക്കൊലയാകുമ്പോഴാണ് നടക്കാതെ പോകുന്നത്. ട്രയൽ കോർട്ട് വെച്ച് ഇമ്മീഡിയറ്റ് 3 കൊല്ലം 4 കൊല്ലം ശിക്ഷ കൊടുത്തു നോക്കും, ഇത് കുറയും. മറ്റത് ഈ ചെയ്തവൻ ഒരിക്കലും. ഇനി വിറ്റ്നസ് ആരാണ്? പ്രൈമറി വിറ്റ്നസ്, വിക്ടിം അല്ല, വിറ്റ്നസ്സാണ് ഇവർ. ഈ വിറ്റ്നസ് പറയുന്നതെന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലാൻ വരെ രീതി ഉണ്ടെന്ന് വന്നുകൊണ്ടാണ് ഇപ്പം റേപ്പ് ചെയ്യുന്ന വിക്ടിംസിനെ കൊന്നു കളയുന്നത്. മനസ്സിലായോ? റേപ്പ് ചെയ്യുന്ന വിക്ടിംസിനെ കൊല്ലുന്നതുകൊണ്ട്. കാരണം പ്രൈമറി വിക്ടിം ഇസ് കിൽഡ്. പിന്നെ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? വേറെ പ്രൂഫില്ലല്ലോ റേപ്പിനകത്ത്. അപ്പൊ ഈ വാസ്തവത്തിൽ ഈ തൂക്കിക്കൊല വരെ എത്തിയോണ്ടാണ് ഈ വിക്ടിമിന് ഇന്നും മരിക്കേണ്ടി വരുന്നത്. നമ്മൾ ഈ എല്ലാ ആളുകളും കൂടുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാം പറഞ്ഞു ഇതൊരു പ്രോഗ്രസീവ്. നോ, ഇറ്റ്സ് എ റിഗ്രസീവ് ലോ. നിങ്ങൾ പ്രോഗ്രസീവ് സ്ത്രീകളെ ഉപദ്രവിച്ചു. പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ യു ആർ ബീങ് കിൽഡ്. യു ഹാവ് ബീൻ റേപ്പ് ആൻഡ് ദെൻ യു ആർ ബീങ് കിൽഡ്. മറ്റൊരു നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് എങ്കിലും ഉണ്ട്. അപ്പൊ ഇത് പ്രോഗ്രസീവ് ആണോ റിഗ്രസീവ് ആണോ? സ്ത്രീകളാണ് അവരെ ഈ സ്ത്രീത്വത്തിനകത്ത് ഫ്രെയിം വർക്ക് ചെയ്യുമ്പോൾ ആ ഫ്രെയിം പൊട്ടിച്ച് കളയേണ്ട സ്ത്രീകളാണ്. പക്ഷെ സ്ത്രീകൾ എന്തുകൊണ്ടോ അതല്ല ചെയ്യുന്നത്. അത് അവരുടെ മേ ബി കുറേ നാൾ കഴിയുമ്പോൾ അവർ സ്വന്തം ഇപ്പോഴും അവരുടെ ഉള്ളിലൊക്കെ പുരുഷനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്ത്രീകളുടെ ഉള്ളിൽ ഇപ്പോഴും പുരുഷനായിട്ടിരിക്കുന്നത്. ആൻഡ് ഐ വുഡ് സജസ്റ്റ് വിമൻ ടു ത്രോ ദാറ്റ് മാൻ ഔട്ട് ഓഫ് ദെയർ തോട്ട്സ് ആൻഡ് ലെറ്റ് ദം ബിക്കം ഫ്രീ ജസ്റ്റ് ലൈക്ക് എനി അതർ പേഴ്സൺ. എന്തായാലും LGBT സംബന്ധമായിട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഇനിയും വരും എപ്പിസോഡുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സാറ് ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്ന സാറിന് ഒരുപാട് നന്ദി.